ധനാനുമതി ബിൽ പാസാക്കാനാവാതെ വന്നതോടെ അമേരിക്കയിൽ സർക്കാർ പ്രവർത്തനം സ്തംഭനത്തിലേക്ക്. നിർത്തലാക്കിയ ആരോഗ്യ പരിരക്ഷാ ആനുകൂല്യങ്ങൾ ബില്ലിൽ ഉൾപ്പെടുത്തണമെന്ന ഡെമോക്രാറ്റുകളുടെ ആവശ്യമാണ് പ്രതിസന്ധിക്ക് വഴിവെച്ചത്. 5 ലക്ഷത്തോളം പേർ അവധിയിലേക്ക് ഇവരെ പിരിച്ചുവിടുമെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ്. വിവരങ്ങളുമായി VR കാർത്തിക് ചേരുന്നുണ്ട്. കാർത്തിക്, അമേരിക്ക ഒരു ഷട്ട്ഡൌണിലേക്ക് പോവുകയാണോ? അനുശ്രീ, വരും മണിക്കൂറുകളിൽ ഷട്ട്ഡൌണിലേക്ക് നീങ്ങും. അത്തരത്തിൽ പ്രതിസന്ധിയിലാണ് കാര്യങ്ങൾ. പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത് ഒക്ടോബർ 1-നാണ്. സാധാരണഗതിയിൽ ഒക്ടോബർ 1-ന് പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നതിന് മുൻപ് കോൺഗ്രസ് ധന അനുമതി ബിൽ പാസാക്കി അത് പ്രസിഡന്റ് ഒപ്പുവെക്കുന്നതാണ് പതിവ്. എന്നാൽ ഇത്തവണ ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കൻസും തമ്മിൽ വലിയ തോതിലുള്ള തർക്കം നിലനിന്നിരുന്നു. ആരോഗ്യ പരിരക്ഷ സംബന്ധിച്ച വ്യവസ്ഥകൾ ബില്ലിൽ ഉൾപ്പെടുത്തണം എന്നതായിരുന്നു ഡെമോക്രാറ്റുകൾ പ്രധാനമായും മുന്നോട്ട് വെച്ച ആവശ്യം. നേരത്തെ തന്നെ അവർ ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഷട്ട്ഡൌൺ മുന്നിൽ കണ്ട് പല റൗണ്ട് ചർച്ചകളും ഡെമോക്രാറ്റ് റിപ്പബ്ലിക്കൻ നേതാക്കളുമായി നടത്തിയിരുന്നു. പക്ഷെ അതിലൊന്നും തന്നെ ഒരു സമവായത്തിൽ എത്തിച്ചേരാൻ സാധിച്ചില്ല. കഴിഞ്ഞ ദിവസം ട്രംപിന്റെ സാന്നിധ്യത്തിൽ കൂടി നടന്ന ചർച്ചയിലും ഒരു പ്രശ്ന പരിഹാര ഫോർമുല ഉരുത്തിരിഞ്ഞില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. നമ്മുടെ നാട്ടിലേതുപോലെ തന്നെ കേന്ദ്ര സർക്കാരുടെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാതെ വന്നാൽ അത് എന്ത് തരം പ്രതിസന്ധി ഒരു രാജ്യത്ത് സൃഷ്ടിക്കും? സമാനമായ പ്രതിസന്ധിയാണ് US-ലും ഉണ്ടാകാൻ പോകുന്നത്. കാരണം ധനവിനിയോഗ ബിൽ പാസാക്കാത്തതിനാൽ ഉദ്യോഗസ്ഥർക്ക് ശമ്പളമടക്കം നൽകാൻ കഴിയില്ല. അത്തരത്തിൽ ഷട്ട്ഡൌണിലേക്ക് പോകുമ്പോൾ 5 ലക്ഷത്തോളം ജീവനക്കാർ നിർബന്ധിത അവധിയിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. ഇങ്ങനെ നിർബന്ധിത അവധിയിലേക്ക് പോകുമ്പോൾ ജനങ്ങളുടെ അവശ്യ സർവീസുകൾ ഒഴികെയുള്ള സേവനങ്ങൾ അതിനെ പൂർണ്ണതോതിൽ ബാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും. അത്തരത്തിലാണ് ഇപ്പോൾ അമേരിക്ക നേരിടുന്ന പ്രതിസന്ധി. നിർത്തലാക്കിയ ആരോഗ്യ പരിരക്ഷ, അതായത് നേരത്തെ ഒബാമ കെയർ എന്ന രീതിയിൽ വളരെ പ്രസിദ്ധമായ അത്തരത്തിൽ ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് അവർക്ക് വലിയ തോതിൽ ഉദ്യോഗസ്ഥർക്ക് പരിരക്ഷയുണ്ടായിരുന്നു. ആ പരിരക്ഷയുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള വ്യവസ്ഥകൾ ഈ ട്രംപ് ഭരണകൂടം നിർത്തലാക്കുകയും ചെയ്തു. ഇതാണ് പ്രതിസന്ധിക്ക് വഴിവെച്ചത്. ഇത് പുനഃസ്ഥാപിക്കണമെന്ന പ്രധാന ആവശ്യമാണ് റിപ്പബ്ലിക്കൻസ് ഡെമോക്രാറ്റുകൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് വൈറ്റ് ഹൗസ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതാണ് ഒരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതും. എന്തായാലും വരും മണിക്കൂറുകളിലേക്ക് ഒരു ഷട്ട്ഡൌണിലേക്ക് കാര്യങ്ങൾ എത്തും. ഇത് വലിയ തോതിൽ അവിടുത്തെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കും. അവശ്യ സർവീസുകൾ ഒഴികെ മറ്റെല്ലാ പ്രവർത്തനങ്ങളെയും ഇത് ബാധിക്കുമെന്നതാണ് നിലവിലെ സാഹചര്യം. മറ്റൊന്ന്, സർക്കാർ ചെലവുകൾക്കുള്ള ധന അനുമതി പാസാക്കാതെ വന്നതോടെ ആകെ അടച്ചുപൂട്ടൽ ഭീഷണിയിലേക്കും കാര്യങ്ങൾ എത്തും എന്ന നിലവിൽ സാഹചര്യം ഉണ്ട്. സെനറ്റിൽ അവസാനഘട്ട വോട്ടെടുപ്പിലും ധന അനുമതി ബിൽ പാസാക്കാൻ കഴിയാതെ വന്നതാണ് ഇപ്പോൾ പ്രതിസന്ധിക്ക് കാരണമായത്. ധന അനുമതി ബിൽ പാസാക്കണമെങ്കിൽ 7 ഡെമോക്രാറ്റിക് അംഗങ്ങളുടെ പിന്തുണ വേണമായിരുന്നു. 2 ഡെമോക്രാറ്റിക് അംഗങ്ങളുടെ പിന്തുണ മാത്രമാണ് ലഭിച്ചത്. അതാണ് പ്രതിസന്ധിക്ക് വഴിവെച്ചത്. എന്തായാലും ഷട്ട്ഡൌണിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അമേരിക്ക നേരത്തെയും സമാനമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുമുണ്ട്. 2019-ലും 2018-ലും ഒക്കെ സമാനമായ സാഹചര്യം ഉണ്ടായിരുന്നു. ഏതാണ്ട് 35 ദിവസത്തോളം ഷട്ട്ഡൌൺ ഉണ്ടായിരുന്നു. അന്നും ട്രംപ് ആയിരുന്നു അധികാരത്തിൽ. ട്രംപ് ഭരണകൂടം കുടിയേറ്റവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളായിരുന്നു അന്നും അത്തരത്തിൽ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. സാധാരണഗതിയിൽ ഷട്ട്ഡൌൺ അവസാനിക്കുമ്പോൾ ഉദ്യോഗസ്ഥർ തിരിച്ചെത്തുകയും അവർക്ക് ഈ ഇടക്കാല കാലയളവിലുള്ള ശമ്പളം നൽകുകയും ചെയ്യും. എന്നാൽ ട്രംപ് ഇത്തവണ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ 5 ലക്ഷത്തോളം ജീവനക്കാർ നിർബന്ധിത അവധിയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അവരെ പിരിച്ചുവിടും എന്നൊരു മുന്നറിയിപ്പാണ് ട്രംപ് നൽകുന്നത് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകതയായി ഇത്തവണ ഉള്ളത്. അത്തരത്തിലൊരു മുന്നറിയിപ്പ് അദ്ദേഹം നൽകുന്നു. അതിന് കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് അനധികൃത കുടിയേറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. അനധികൃത കുടിയേറ്റക്കാർക്ക് മെഡിക്കൽ ആനുകൂല്യം നൽകണം എന്ന ആവശ്യമാണ് ഡെമോക്രാറ്റുകൾ മുന്നോട്ട് വയ്ക്കുന്നത് എന്ന ഒരു വിമർശനമാണ് ട്രംപ് ഉന്നയിക്കുന്നത്. അത് ചെയ്യുന്നത് അവരെ രാജ്യത്തേക്ക് കൂടുതൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ പേരെ അമേരിക്കയിലേക്ക് എത്താൻ അത് പ്രേരിപ്പിക്കുന്നു. ഇത് അധിക സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കും. അത്തരത്തിൽ ഒരു രാജ്യത്തിനും ഇത്തരത്തിൽ വലിയൊരു സാമ്പത്തിക ബാധ്യത താങ്ങാനാകില്ല. അതുകൊണ്ടാണ് ഈ തീരുമാനത്തിലേക്ക് പോകുന്നത് എന്നാണ് ട്രംപ് നൽകുന്ന വിശദീകരണം. എന്തായാലും വലിയ തോതിലുള്ള പ്രതിഷേധത്തിന് ഇത് വഴിവെക്കും. ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പിനും ഡെമോക്രാറ്റുകൾ തയ്യാറാകാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. അങ്ങനെ വരും മണിക്കൂറുകളിൽ അമേരിക്ക ഷട്ട്ഡൌണിലേക്ക് നീങ്ങുന്നു. അവശ്യ സർവീസുകളിലേക്ക് മറ്റെല്ലാം മുടങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തും. അത് ജനജീവിതത്തെ സാരമായി ബാധിക്കുകയും ചെയ്യും. അനുശ്രീ, കാർത്തിക്, ഈ സമവായ ചർച്ചകൾ ഫലം കണ്ടില്ല എന്ന് ട്രംപ് പറയുന്നുണ്ട്. അതിനുള്ള ഒരു കാരണം എന്തായിരുന്നു? അതുപോലെ തന്നെ ഇത് അവിടുത്തെ സാധാരണ ജനങ്ങളെ, അവരുടെ ജീവിതത്തെ വലിയ രീതിയിൽ ബാധിക്കില്ലേ? തീർച്ചയായിട്ടും പാർക്കുകളും ദേശീയ ഉദ്യാനങ്ങളും അടക്കം അടച്ചിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതോടൊപ്പം തന്നെ സേവനങ്ങളിൽ കാലതാമസം ഉണ്ടാകും. മറ്റു തരത്തിലുള്ള സാധാരണഗതിയിൽ അവശ്യ സർവീസ് ഒഴികെ മറ്റൊന്നും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രവർത്തിക്കില്ല. ഈ പാസ്പോർട്ട് അപേക്ഷകൾ, സർക്കാർ ആനുകൂല്യങ്ങൾക്കുള്ള അപേക്ഷകൾ, ചെറുകിട ബിസിനസ് എന്നിവയൊക്കെ തന്നെ ഇത് ബാധിക്കുകയും ചെയ്യും. മാത്രമല്ല ഓഹരി വിപണിയും ഇത് വലിയ തോതിൽ ബാധിക്കും. നേരത്തെയും സമാനമായ സാഹചര്യം ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ സ്ഥിതി സമാനമായിരുന്നു. എന്തായാലും ബൈഡൻ ഭരണകൂടം
ഉണ്ടായിരുന്നപ്പോൾ ലഭിച്ച ആനുകൂല്യങ്ങൾ, ആ ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് വലിയ തോതിലുള്ള സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നു എന്നാണ് റിപ്പബ്ലിക്കൻസ് അവകാശപ്പെടുന്നത്. പ്രധാനമായും ട്രംപ് ചൂണ്ടിക്കാട്ടുന്നത് 4/1, അതായത് ആകെ ഖജനാവിലേക്കുള്ള വരുമാനത്തിന്റെ 4/1 ഇതിനായി ചെലവഴിക്കേണ്ടി വരും. ഇത് വലിയ തോതിലുള്ള സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ജീവനക്കാർക്ക് ആരോഗ്യ പരിരക്ഷ അടക്കമുള്ള കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയ്ക്കില്ല എന്നൊരു നിലപാടാണ് ട്രംപ് സ്വീകരിക്കുന്നത്. എന്തായാലും വലിയ പ്രതിസന്ധിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നാണ് നിലവിൽ അവിടെ നിന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എയർ ട്രാഫിക് കൺട്രോൾ, അതോടൊപ്പം തന്നെ ട്രാൻസ്പോർട്ടേഷൻ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷൻ ഏജന്റുമാർ, ഇത്തരത്തിൽ വളരെ ആവശ്യമായ സേവനങ്ങൾ മാത്രമാവും, പോലീസ് അത്തരത്തിൽ വളരെ ആവശ്യമായ സേവനങ്ങൾ മാത്രമാവും പ്രവർത്തിക്കുക. മറ്റെല്ലാ കാര്യങ്ങളിലും പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് US-ൽ കാര്യങ്ങൾ എത്തുന്നത്. അനുസരിച്ച് ശരി, അമേരിക്ക ഒരു അടച്ചുപൂട്ടലിലേക്ക് നീങ്ങുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. വി ആർ കാർത്തികാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.